Hi everyone, welcome to my channel. അപ്പോൾ നോമ്പുകാലത്തൊരു സ്പെഷ്യൽ ഐറ്റം ആണല്ലേ ഈ സമൂസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു സമൂസ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ്. പിന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോയും ചിക്കനും കൂടി നമ്മൾ ഒന്നിച്ച് വേവിക്കണം, എന്നിട്ടാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. പിന്നെ അല്പം സവാള, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പിന്നെ തക്കാളി, പിന്നെ വേണ്ടത് സമൂസയുടെ ഷീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. സവാള പിന്നെ ഒരു കുറച്ച് ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള അങ്ങ് വാടി കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. സവാളൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തക്കാളിയുടെ ആ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ നമ്മളുടെ ഉരുളക്കിഴങ്ങും ചിക്കനും നേരത്തെ വേവിച്ച് വെച്ചിരുന്ന് അത് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നന്നായി വേവിച്ച് വെച്ചിരുന്ന്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ചിക്കനാണ്. ചിക്കൻ ഞാൻ വേവിച്ചതിന് ശേഷം ഇതങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിച്ചിയിട്ടാണ് ചെറിയ ചെറിയ ആരുകൾ പോലെ പിച്ചിയെടുത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോഴേ നമ്മുടെ സമൂസയുടെ അകത്ത് അതങ്ങനെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടിരിക്കുള്ളൂ. ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ അല്പം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ മസാലയാണ്. അതും കുറച്ച് കൂടുതൽ ചേർക്കുന്നില്ല. അല്പം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലും ബാക്കിയുള്ള മിക്സിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതോടെ നമ്മളുടെ സമൂസയിലേക്കുള്ള മിക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മളുടെ സമൂസയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് സമൂസയുടെ ഓല എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് സമൂസയ്ക്ക് ചുറ്റുന്നത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കണ്ട് പഠിച്ചോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചുറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ മതി. ഇനി ഇതിൽ കൂടുതൽ ഒട്ടിക്കാനോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാനിൽ എണ്ണയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലൊന്നും വേവാനൊന്നുമില്ല. അതിൻ്റെ പുറം വശം ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ശുഭദിനം.